പുലർച്ചെ 4 മണിക്ക് എണീറ്റൊരു നല്ലൊരു കണിയൊക്കെ കണ്ട് വീണ്ടും നമ്മൾ പടക്കവും പുത്തിരിയും ഒക്കെ കത്തിച്ച് നല്ലൊരു ആഘോഷമായിട്ടുള്ളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു രാവായിരുന്നു. പിന്നെ ഞങ്ങളൊരു രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ അഴിഞ്ഞലത്തുള്ള തളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയപ്പോൾ എന്തൊരു തിരക്കൊക്കെ കണ്ടില്ല, എത്രയും ജനമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ തൊഴുത് വന്നിട്ട് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്. നല്ലൊരു അത്യാവശ്യമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടക്കം പൊട്ടിക്കൽ പതിവാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ഞാൻ ആഷിനുള്ള ഓളെ വിഷു കൈനീട്ടം, അതായത് ഓളെ സിപ്പപ്പ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നീൻ്റെ വീട്ടിലേക്ക്. അത് കണ്ടോ, സിപ്പപ്പ് ഒറ്റയ്ക്ക് പിടിച്ച് ഓളെന്നെ ഒറ്റയ്ക്ക് പിടിച്ച് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് കാണുന്നത് കേട്ടോ. ഇതുണ്ട് 2 കൈ കൊണ്ട് കൂട്ടി പിടിച്ച് കഴിക്കുന്ന, ആരും പിടിച്ച് ഞെക്കി കൊടുക്കുക ഒന്നും വേണ്ട. ഓളെന്നെ ഒറ്റയ്ക്ക് ഞെക്കി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഏതെങ്കിലും പൂച്ച കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. അതുപോലെ ഒന്ന് ഏഷ്മോളൊന്ന് കണിയൊക്കെ കാണുകയൊക്കെ ചെയ്ത് അമ്മ ഒന്ന് കണിയൊക്കെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ വീഡിയോ കാണിച്ചു തരേ. അമ്മ കണ്ണ് പൊത്തി കൊണ്ടുവരികയാണ് കുട്ടീനെ. എന്നിട്ട് അവൾ കണിയൊക്കെ കണ്ട് തമ്പായിനെ പ്രാർത്ഥിച്ചു. തൊട്ട് നെറുവിലൊക്കെ വെക്കാൻ നല്ല മോളായിട്ട് ഇത് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ട് കുറേ പടക്കവും പൂത്തിരിയൊക്കെ വാങ്ങിയിട്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഈ കൊല്ലത്തെ വിഷു അടിപൊളിയാക്കി.